ഗൾഫ് നാടുകളിൽ പുതിയൊരു ജീവിതവും മികച്ചൊരു ഭാവിയും കെട്ടിപ്പടുക്കാൻ ഇറങ്ങിത്തിരിക്കുന്ന പ്രവാസികളുടെ എണ്ണം ദിനംപ്രതി വർദ്ധിച്ചു വരികയാണ്. സുൽത്താനേറ്റ് ഓഫ് ഒമാനിലേക്ക് തൊഴിൽ ആവശ്യങ്ങൾക്കായും സന്ദർശക വിസയിലും എത്തുന്ന മലയാളി പ്രവാസികൾ ഉൾപ്പെടെയുള്ള വിദേശികൾ നിരവധി പേരാണ്. എന്നാൽ അടുത്ത കാലത്തായി വിമാനത്താവളങ്ങളിലും കസ്റ്റംസ് പരിശോധനകളിലും അപ്രതീക്ഷിതമായി മയക്കുമരുന്ന് കേസുകളിൽ അകപ്പെട്ട് ജീവിതം തകർന്നുപോകുന്ന നിരപരാധികളായ പ്രവാസികളുടെ വാർത്തകൾ ആശങ്കാജനകമാം വിധം വർദ്ധിച്ചു വരികയാണ്. മനഃപൂർവ്വം നിയമം ലംഘിക്കുന്ന കുറ്റവാളികൾക്ക് പുറമേ സ്നേഹത്തിൻ്റെയോ സൗഹൃദത്തിൻ്റെയോ പേരിൽ അന്യരുടെ വസ്തുക്കൾ വിശ്വസിച്ച് വാങ്ങി കൈവശം വെച്ചതിൻ്റെ പേരിലും സ്വന്തം ലഗേജിനോട് കാണിച്ച ചെറിയൊരു അശ്രദ്ധയുടെ പേരിലും ക്രൂരമായ കെണികളിലേക്ക് തള്ളിവിടപ്പെടുന്നവരും ഇവരിൽ കുറവല്ല. അതിനാൽ ഒമാനിലെ നിയമ സംവിധാനങ്ങളെക്കുറിച്ചും കസ്റ്റംസ് നിബന്ധനകളെക്കുറിച്ചും കൃത്യമായ ധാരണ ഓരോ യാത്രക്കാരനും ഉണ്ടായിരിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. മയക്കുമരുന്നുകൾക്കും മനഃശാസ്ത്രപരമായ ഉത്തേജന വസ്തുക്കൾക്കുമെതിരെ അതീവ കർശനമായ നയമാണ് ഒമാൻ ഭരണകൂടവും റോയൽ ഒമാൻ പോലീസും പിന്തുടരുന്നത്. സുൽത്താനേറ്റിലെ മയക്കുമരുന്ന് വിരുദ്ധ നിയമപ്രകാരം നിയമവിരുദ്ധ ലഹരി വസ്തുക്കളുടെ കാര്യത്തിൽ യാതൊരുവിധ വിട്ടുവീഴ്ചയോ ലളിതമായ ഇളവുകളോ ലഭ്യമല്ല. മറ്റു ചില വിദേശ രാജ്യങ്ങളിൽ ലഘുവായ മയക്കുമരുന്നുകളായി പരിഗണിക്കപ്പെടുന്ന കഞ്ചാവ്, കഞ്ചാവെണ്ണ അഥവാ CBD ഉൽപ്പന്നങ്ങൾ എന്നിവ പോലും ഒമാനിൽ പൂർണ്ണമായും നിരോധിച്ച വിഭാഗത്തിൽപ്പെടുന്നു. ഒരു വ്യക്തിയിൽ നിന്ന് വളരെ ചെറിയ അളവിലുള്ള ലഹരി വസ്തുക്കളോ അതിൻ്റെ അവശിഷ്ടങ്ങളോ കണ്ടെത്തിയാൽ പോലും കുറഞ്ഞത് 1 വർഷം മുതൽ നീളുന്ന കഠിന തടവും വലിയ തുക പിഴയും തുടർന്ന് നാട്ടിലേക്ക് നാടുകടത്തലുമാണ് ശിക്ഷ. എന്നാൽ മയക്കുമരുന്ന് കടത്തിലോ വിതരണത്തിലോ പങ്കാളികളാവുന്നവർക്ക് വധശിക്ഷ വരെയുള്ള കഠിന ശിക്ഷകൾ ഒമാനി നിയമ സംവിധാനം വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. തനിക്ക് ബാഗിലുണ്ടായിരുന്ന സാധനത്തെക്കുറിച്ച് അറിവില്ലായിരുന്നു എന്ന വാദം മാത്രം ഉന്നയിച്ച് നിയമ നടപടികളിൽ നിന്ന് ഊരിപ്പോരാൻ ഏതാണ്ട് അസാധ്യമാണ്. മിക്കപ്പോഴും പുതുതായി എത്തുന്ന പ്രവാസികളെ ലക്ഷ്യമിട്ട് മയക്കുമരുന്ന് കടത്ത് സംഘങ്ങൾ തന്ത്രപരമായ കെണികൾ ഒരുക്കാറുണ്ട്. നാട്ടിലുള്ള തന്റെ ബന്ധുവിനോ സുഹൃത്തിനോ കൊടുത്തയക്കാൻ ചെറിയൊരു പാക്കറ്റ് ഉണ്ടെന്നോ അത് വെറുമൊരു മരുന്നോ വസ്ത്രങ്ങളോ ആണെന്ന് പറഞ്ഞ് പരിചയക്കാരോ സഹയാത്രികരോ ബാഗിൽ വെക്കാൻ തരുന്ന വസ്തുക്കൾ യാതൊരു പരിശോധനയും കൂടാതെ സ്വീകരിക്കുന്നത് വലിയ അപകടങ്ങൾക്ക് വഴിവെക്കും. പ്രവാസികളിൽ പലരുടെയും ദയുള്ള മനസ്സും മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനോഭാവവുമാണ് ഇത്തരം മാഫിയകൾ ചൂഷണം ചെയ്യുന്നത്. എയർപോർട്ടുകളിൽ വെച്ച് അപരിചിതർ ട്രോളി തള്ളിത്തരാമെന്നോ ലഗേജ് എടുത്തു തരാമെന്നോ വാഗ്ദാനം ചെയ്ത് സമീപിക്കുമ്പോൾ അതിന് അനുവാദം നൽകുന്നത് പോലും വിനയായി മാറിയേക്കാം. നിങ്ങളുടെ ലഗേജിൽ മറ്റൊരാൾക്ക് ഏതെങ്കിലും നിരോധിത വസ്തുക്കൾ തിരികെ കയറ്റാൻ അത് അവസരമൊരുക്കിയേക്കാം. അതിനാൽ വിമാനത്താവളങ്ങളിലെത്തുമ്പോൾ സ്വന്തം ലഗേജുകൾ പൂട്ടി സുരക്ഷിതമാക്കാനും അന്യരുടെ സഹായ വാഗ്ദാനങ്ങൾ വിനയപൂർവ്വം നിരസിക്കാനും പ്രത്യേക ശ്രദ്ധ പുലർത്തണം. ഇന്ത്യയിലും മറ്റു പല രാജ്യങ്ങളിലും സാധാരണയായി ഉപയോഗിക്കുന്ന ചില വേദന സംഹാരികളും ഉറക്ക ഗുളികകളും ചുമയ്ക്കുള്ള സിറപ്പുകളും ഒമാനിൽ കർശനമായി നിയന്ത്രിക്കപ്പെട്ട മരുന്നുകളുടെ പട്ടികയിലാണ് വരുന്നത്. ഉദാഹരണത്തിന് ട്രാമഡോൾ, കോഡിൻ അടങ്ങിയ മരുന്നുകൾ, അറ്റൻഷൻ ഡെഫിസിറ്റ് അഥവാ മാനസികാരോഗ്യ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ചില ഔഷധങ്ങൾ എന്നിവയൊന്നും മതിയായ രേഖകളില്ലാതെ ഒമാനിലേക്ക് കൊണ്ടുവരാൻ അനുവാദമില്ല. അത്തരം മരുന്നുകൾ അടിയന്തരമായി ഉപയോഗിക്കേണ്ട രോഗികൾ ഒമാനിലേക്ക് വരുമ്പോൾ അതത് രാജ്യങ്ങളിലെ രജിസ്റ്റർ ചെയ്ത ഡോക്ടറുടെ സാക്ഷ്യപ്പെടുത്തിയ മെഡിക്കൽ റിപ്പോർട്ടും 6 മാസത്തിനുള്ളിൽ നൽകിയ വ്യക്തമായ പ്രിസ്ക്രിപ്ഷനും കൈവശം കരുതേണ്ടതുണ്ട്. കൂടാതെ ഈ മരുന്നുകൾ പരമാവധി 1 മാസത്തെ ആവശ്യത്തിനുള്ള അളവിൽ കൂടുതൽ കയ്യിൽ കരുതാൻ പാടില്ല എന്ന നിയമവുമുണ്ട്. മെഡിക്കൽ റിപ്പോർട്ടുകളോ വ്യക്തമായ ഡോക്ടറുടെ കുറിപ്പടിയോ ഇല്ലാതെ ഇത്തരം മരുന്നുകളുമായി എയർപോർട്ടുകളിൽ പിടിക്കപ്പെട്ടാൽ അത് മയക്കുമരുന്ന് കടത്തായി തന്നെ കണക്കാക്കപ്പെടാൻ സാധ്യതയേറെയാണ്. ഡിജിറ്റൽ യുഗത്തിൽ പ്രവാസികൾ നേരിടുന്ന മറ്റൊരു പ്രധാന ഭീഷണിയാണ് കൊറിയറുകാരുടെയോ അല്ലെങ്കിൽ പാഴ്സലുകാരുടെയോ പേരിൽ നടക്കുന്ന വഞ്ചനകൾ. മുറിയിൽ ഒപ്പം താമസിക്കുന്നവരുടെയും സുഹൃത്തുക്കളുടെയും പേരിലെത്തുന്ന കൊറിയർ പാക്കറ്റുകൾ എന്താണെന്നറിയാതെ ഏറ്റുവാങ്ങി ഒപ്പിട്ട് നൽകുന്നത് വലിയ നിയമപരമായ ബാധ്യതകൾ വരുത്തിവെക്കും. പലപ്പോഴും നിയമവിരുദ്ധമായ നിരോധിത ഉൽപ്പന്നങ്ങളും മാനസിക ഉത്തേജന ഗുളികകളും എക്സ്പ്രസ് കൊറിയർ സർവീസുകൾ വഴി പ്രവാസികളുടെ വിലാസത്തിലേക്ക് അയച്ച് അവരറിയാതെ കൈപ്പറ്റാൻ ശ്രമിക്കുന്ന സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഒരു പാഴ്സലിന്റെ ഉള്ളടക്കത്തെക്കുറിച്ചോ അതിൽ അടങ്ങിയിരിക്കുന്ന വസ്തുക്കളുടെ നിയമ സാധുതയെക്കുറിച്ചോ 100% ഉറപ്പില്ലെങ്കിൽ അത് സ്വന്തം പേരിൽ സ്വീകരിക്കുകയോ ഏറ്റുവാങ്ങുകയോ ചെയ്യരുത്. പെട്ടെന്ന് പണം സമ്പാദിക്കാമെന്ന വാഗ്ദാനം നൽകി അജ്ഞാത സാമ്പത്തിക ഇടപാടുകളിലോ സാധനങ്ങൾ എത്തിച്ചു നൽകുന്ന ജോലികളിലോ ഏർപ്പെടാൻ പ്രേരിപ്പിക്കുന്നവരിൽ നിന്ന് എപ്പോഴും കൃത്യമായ അകലം പാലിക്കേണ്ടതുണ്ട്. നിർഭാഗ്യവശാൽ അശ്രദ്ധ മൂലമോ വഞ്ചിക്കപ്പെട്ടോ ഏതെങ്കിലും തരത്തിലുള്ള മയക്കുമരുന്ന് അന്വേഷണങ്ങളിലോ അറസ്റ്റിലോ അകപ്പെടുകയാണെങ്കിൽ ഒട്ടും പരിഭ്രാന്തരാകാതെ വിവേകത്തോടെ പ്രവർത്തിക്കുകയാണ് വേണ്ടത്. ഭാഷ അറിയാത്തതുകൊണ്ട് മാത്രം മനസ്സിലാകാത്ത രേഖകളിലോ മൊഴികളിലോ ഒപ്പിട്ട് നൽകരുത്. പോലീസിനോടോ അന്വേഷണ ഉദ്യോഗസ്ഥരോടോ തെറ്റായ വിവരങ്ങൾ നൽകുന്നത് കേസിന്റെ ഗതി കൂടുതൽ സങ്കീർണമാക്കും. ഇത്തരം സാഹചര്യങ്ങളിൽ ഓരോ വ്യക്തിക്കും നിയമസഹായം തേടാനും സ്വന്തം രാജ്യത്തിന്റെ എംബസിയുമായി ബന്ധപ്പെടാനും അവകാശമുണ്ട്. അടിയന്തരമായി ഒമാനിലെ ഇന്ത്യൻ എംബസിയുടെ പ്രവാസി സഹായ കേന്ദ്രവുമായോ അംഗീകൃത നിയമ വിദഗ്ധരുമായോ ബന്ധപ്പെട്ട് കേസിന്റെ വസ്തുതകൾ വെളിപ്പെടുത്തുകയും ആവശ്യമായ നിയമപരമായ പിന്തുണ ഉറപ്പാക്കുകയുമാണ് ചെയ്യേണ്ടത്.
ആപത്ത് ഘട്ടങ്ങളിൽ സൗജന്യ നിയമോപദേശവും മാർഗനിർദ്ദേശവും നൽകുന്ന സാമൂഹിക സംഘടനകളുടെ സഹായവും പ്രയോജനപ്പെടുത്താവുന്നതാണ്. ഒമാനിലെ കസ്റ്റംസ്, മയക്കുമരുന്ന് വിരുദ്ധ വകുപ്പുകൾ ആധുനിക സാങ്കേതിക വിദ്യകളും സ്നിഫർ നായ്ക്കളെയും വിപുലമായ ഇന്റലിജൻസ് സംവിധാനങ്ങളെയും ഉപയോഗിച്ചാണ് പരിശോധനകൾ ശക്തമാക്കിയിരിക്കുന്നത്. ഇതിനാൽ നിയമത്തെ മറികടന്ന് ഒന്നും ചെയ്യാനാകില്ലെന്ന് തിരിച്ചറിയണം. നിയമം അറിയില്ലായിരുന്നു എന്നത് ഏതൊരു കോടതിയിലും നിയമപരമായ പ്രതിരോധമായി സ്വീകരിക്കപ്പെടാറില്ല. ഒരു നിമിഷത്തെ അശ്രദ്ധയോ അമിതമായ സൗഹൃദമോ വർഷങ്ങളോളം നീളുന്ന തടവറയിലേക്കോ കരിയറിന്റെ തകർച്ചയിലേക്കോ കുടുംബത്തിന്റെ നാശത്തിലേക്കോ നയിച്ചേക്കാം. അതിനാൽ പ്രവാസ ലോകത്തേക്ക് കാലുകുത്തുന്ന ഓരോ വ്യക്തിയും സ്വന്തം സുരക്ഷയുടെയും ഭാവി പ്രകാശത്തിന്റെയും കാവലാളായി മാറണം. അനാവശ്യ വാഗ്ദാനങ്ങളിൽ വീഴാതെയും അപരിചിതരെ അന്ധമായി വിശ്വസിക്കാതെയും കൃത്യമായ നിയമബോധത്തോടെയും ജീവിക്കുക എന്നതാണ് പ്രവാസികൾക്ക് സ്വയം നൽകാൻ കഴിയുന്ന ഏറ്റവും മികച്ച സംരക്ഷണം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.